ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊട്ടാരക്കര കൺവെൻഷൻ്റെ ഈ പ്രഭാത യോഗത്തിൽ ഭദ്രാസന സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ഈ പ്രത്യേക സമ്മേളനത്തിൽ നിങ്ങളൊപ്പം ആയിരിക്കാൻ സഹായിച്ച ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി അർപ്പിക്കണം. വചനം കൊണ്ട് മനുഷ്യഹൃദയങ്ങളെ ഉഴുതുമറിക്കുകയും ആ വചനങ്ങളെ കർമ്മപദത്തിൽ എത്തിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ തീത്തോസ് തിരുമേനി, മാർത്തോമാ സഭയുടെ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന PC ജെയിംസ് അച്ഛൻ, അച്ഛനൊപ്പം വന്നിരിക്കുന്ന ട്രഷറർ മിസ്റ്റർ കോരിസ്, ഒപ്പം ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷിബു എബ്രഹാം അച്ഛൻ, ഈ യോഗത്തിൻ്റെ എല്ലാം കൺവീനറായിരിക്കുന്ന ഷിബു സമീലച്ചൻ, അതിലുപരി ഈ ഭദ്രാസനത്തിൻ്റെ വികാരി ജനറൽ അച്ഛൻ അവിടെയാണല്ലോ ഇരിക്കുന്നത്, KY ജേക്കബ് അച്ഛൻ, ഈ ഭദ്രാസനത്തിലെ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ് Y ജോർജ് അച്ഛൻ ഉൾപ്പെടെയുള്ള ഇവിടെ ഇരിക്കുന്ന ടീം മെമ്പേഴ്സ്, വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, പ്രിയപ്പെട്ട ജനങ്ങൾ, കൊയർ മെമ്പേഴ്സ്, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അഭിവന്യ തിരുമേനിയോടൊപ്പവും നമ്മുടെ വികാരി ജനറൽ KY ജേക്കബ് അച്ഛൻ്റെ കൂടെ അവർ പഠിച്ചപ്പോൾ അവരുടെ നടുക്കിരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അതെൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യമായിരുന്നു. ഇന്ന് ഈ തിരുമേനിയോടും വികാര ജനറലോടൊപ്പം നമ്മുടെ ജെയിംസ് അച്ഛനോടും എല്ലാം ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ അനുവദിച്ചല്ലോ. ഇതിനെന്നെ ക്ഷണിച്ച KY ജേക്കബ് അച്ഛൻ, ഷിബു സമൂൽ അച്ഛൻ, എന്നെ അനുവദിച്ച അഭിവന്യ ബർണബാസ് തിരുമേനി, ഇന്നിപ്പോൾ അധ്യക്ഷ തിരുമേനി, എല്ലാവരോടും സംഘാടകരോടും നന്ദി അറിയിച്ചുകൊണ്ട് അധികം ആമുഖങ്ങളില്ലാതെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഇപ്പോൾ പാഠമായിട്ട് വായിച്ചത്. തിരുമേനി ആമുഖം പറഞ്ഞു, ജെയിംസ് അച്ഛൻ എങ്ങനെയായിരിക്കണം സന്നദ്ധ സുവിശേഷം എന്ന് ഓർമ്മിപ്പിച്ചു. ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വചനഭാഗം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വേദോസം കൊണ്ടുവന്നവരെടുക്കുക, 2 വാക്യം വായിക്കാം. 2 രാജാക്കന്മാർ 2:9-10 വാക്യങ്ങൾ. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ഏലിശ, നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികയിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ. നീ ചോദിച്ചത് പ്രയാസമുള്ള കാര്യമാകുന്നു. ഇത്രയും നേരം ഇരിക്കുകയായതുകൊണ്ട് ഇപ്പോൾ പാടിയ പാട്ടിൻ്റെ ആ കോറസ് മാത്രം നമുക്കൊന്നുകൂടെ ഒന്ന് പാടാം. എഴുന്നേറ്റൊന്ന് പാടാം. പുറകിലിരിക്കുന്നവർ ദയവായി മുമ്പോട്ടൊന്ന് വരണം. ഇത്രയും ആളുകൾ വന്നല്ലോ, വന്നവരെ ഓർ ശ്രദ്ധിക്കണം. ഈ നിശ്ചിത സമയത്ത് നമ്മുടെ പ്രസംഗം അവസാനിപ്പിക്കണം. കോറസ് മാത്രം, യേശു മാറാത്തവൻ യേശു മാറാത്തവൻ 2 പ്രാവശ്യം പാടി നമുക്കത് അവസാനിപ്പിക്കാം. കൈയടിച്ച് എല്ലാവരും പുറകിരിക്കുന്നവരൊക്കെ ഒന്ന് മുമ്പോട്ട് വരണം. ഇവിടെ ഇരിക്കുന്നവരോട് ഇങ്ങനെ നടുക്കോട്ട് വന്നാൽ നല്ലതാണ് ഈ പാടുമ്പോൾ. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ള. കൈകൾ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ചുടോറക്കെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചിട്ടിരിക്കാം. ദൈവമായ കർത്താവേ, വചനം ജഡമായി തീർന്ന കർത്താവേ, ഈ തിരുവചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് നുറുക്കി ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളെ നല്ല ശമര്യക്കാരാക്കി തീർക്കണം കർത്താവേ. നല്ല സജീവമായി പ്രവർത്തിക്കുന്ന സുവിശേഷകരാക്കി തീർക്കണം. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് നിലനിൽക്കാനുള്ള കൃപ, വളരുവാനുള്ള കൃപ ഈ വചന കേൾവിയിലൂടെ ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം.
ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഈ വചന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. 2009 ജനുവരി മാസത്തിൽ ഡോക്ടർ കലാം ബറോഡയിൽ ഒരു പ്രത്യേക സമ്മേളനത്തിന് നേതൃത്വം നൽകുവാൻ എത്തിച്ചേർന്നു. ഇവിടെ വന്നപ്പോൾ ലോക പ്രശസ്തനും ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഡിയാക് സർജനായിരിക്കുന്ന ഡോക്ടർ ശൈലേഷ് മേത്ത കലാമിനെ ഫോൺ വിളിച്ചു. അവർ സുഹൃത്തുക്കളാണ്. പറഞ്ഞു, സർ, എനിക്ക് അങ്ങയെ കണ്ട 10 മിനിറ്റ് സംസാരിക്കണം, അത്യാവശ്യമാണ്. ഡോക്ടർ കലാം പറഞ്ഞു, ഫോണിൽ കൂടെ പറഞ്ഞോ? ഇല്ല സർ, എനിക്ക് വന്ന് പറയണം. അനുവദിച്ചു. ചെന്നു. ബറോഡയിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് താമസം. അവിടെ ചെന്നു. ഇതാണ് സംഭവം. സർ, ഈ ഡോക്ടറെ കാണണമെങ്കിൽ 6 മാസം മുമ്പ് ബുക്ക് ചെയ്യണം. ഒരു ദിവസം 10 സർജറി നടത്തുന്ന ഡോക്ടറാണ്, വലിയ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കലാമിനോട്. സർ, കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഒരു കപ്പിൾ, ഭാര്യയും ചെറുപ്പക്കാർ, യങ് കപ്പിൾ എൻ്റെ അരികിൽ വരാനായിട്ട് ഹോസ്പിറ്റലിലെത്തി. എൻ്റെ അരികിൽ വരുമ്പോൾ ആർക്കും എന്നെ നേരിട്ട് കാണാനൊക്കത്തില്ല. യങ് ഡോക്ടേഴ്സ് ടീം എൻ്റെ കൂടെ ഉണ്ട്. അവർ പരിശോധിച്ചിട്ടേ കാണാനൊക്കത്തുള്ളൂ. അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, അവരുടെ കുഞ്ഞിന് 5 വയസ്സ് പ്രായമേ ഉള്ളൂ, അതിന് ഹൃദയ സംബന്ധമായ രോഗമാണ്. അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, ഡോക്ടറെ കാണണ്ട, പൊക്കോളാൻ പറഞ്ഞു. 5 വയസ്സുള്ള ഈ പിഞ്ചു കുഞ്ഞിനെ മടക്കിക്കൊണ്ട് പോകാൻ മടിച്ചിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ശൈലേഷ് ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി, അതിനനുവദിക്കണം. അവർ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല, ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ മടങ്ങിപ്പൊക്കോ എന്ന് പറഞ്ഞു. അവസാനം ഈ സംഭവം ഡോക്ടർ ശൈലേഷ് മേത്തയുടെ അരികിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർ വന്നെന്നെ കാണട്ടെ. ഈ അപ്പനും അമ്മയും വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സർ, ഞങ്ങൾക്കൊരു കുഞ്ഞേ ഉള്ളൊരു മോളാണ്. ഈ 5 വയസ്സുള്ള കുഞ്ഞിനെ ഞങ്ങൾ കാണിച്ച ഡോക്ടർമാരെല്ലാം പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, പൊക്കോ എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഡോക്ടർ ശൈലേഷ് മേത്തായിക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയും സർ. സാർ എന്നെ തള്ളിക്കളയരുത്, ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കണമെന്ന് പറഞ്ഞു. നിർബന്ധത്തിന് വഴങ്ങി കുഞ്ഞിനെ ടെസ്റ്റൊക്കെ ചെയ്ത് പരിശോധിച്ചപ്പോൾ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ പോവുകയാണ് നല്ലത്. കുഞ്ഞിന് വേണ്ടത് ഒരു സർജറിയാണ്. 70% കുഞ്ഞ് അതോടുകൂടി മരിക്കും. 30% ഹോപ്പുള്ളൂ. നിങ്ങളൊന്നും ചെയ്യണ്ട, ഇനി ഒന്നും ചെയ്യണ്ട. അവർ കാല് പിടിച്ച് പറഞ്ഞു, ഡോക്ടർ, അങ്ങ് ഓപ്പൺ ഹാർട്ട് സർജറി നടത്ത്, ഞങ്ങളുടെ കുഞ്ഞിനെ ദൈവം രക്ഷിക്കും. എല്ലാം അവർ പറഞ്ഞതനുസരിച്ച് ഡോക്ടർ ഒരുങ്ങി. നീണ്ട സംഭവമാണ്, ചുരുക്കി പറയട്ടെ. ഈ ഡോക്ടർ സർജറിക്കെല്ലാം ഒരുങ്ങി കുഞ്ഞിനെ തിയേറ്ററിൽ കയറ്റുമ്പോൾ 5 വയസ്സുള്ള കുട്ടി ഡോക്ടർ ശൈലേഷ് മേത്തയോട് പറഞ്ഞുവെന്ന് ഡോക്ടർ കലാം പറഞ്ഞ വാക്കുകൾ ഈ സന്നദ്ധ സുവിശേഷകരും അച്ഛന്മാരും ഉപദേശിമാരും എല്ലാം മാർത്തോമ്മക്കാരും ശ്രദ്ധിക്കണം. ഈ കുഞ്ഞു പറഞ്ഞു, ഡോക്ടർ, എൻ്റെ ഹൃദയം മുഴുവൻ തുറന്നിട്ടാണോ സർജറി ചെയ്യുന്നത്? അതെ, മുഴുവൻ തുറക്കും. എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുഞ്ഞെ പേടിക്കണ്ട. പേടിയാണോ? പേടിക്കണ്ട. ഒന്നും കേൾക്കാൻ ഒരുങ്ങിയില്ല. പേടിക്കണ്ട. വീണ്ടും ആ കുഞ്ഞ് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയണം. മോളെ, ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞല്ല, എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഇതാണ് അമ്മമാരും അപ്പന്മാരും കേൾക്കേണ്ടത്. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവം ഇരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണെന്നാണ് ഡോക്ടറെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് സർജറി ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ദൈവത്തോട് ഡോക്ടർ പറയണം, ഞാൻ എൻ്റെ ലവിങ് റിഗാർഡ്സ് ഈ ദൈവത്തോട് പറഞ്ഞുവെന്ന് ഡോക്ടർ പറയണം. 2, ഞാൻ സൗഖ്യമായി വരുമ്പോൾ എന്നോട് പറയണം, എങ്ങനെയാണ് ദൈവം എൻ്റെ ഹൃദയത്തിലിരിക്കുന്നതെന്ന് പറയണമെന്ന് പറഞ്ഞു. എൻ്റെ നിങ്ങളുടെ ആരുടെയും മക്കളോ നമ്മളോ ഇത് പറയുമോ? ഈ കുഞ്ഞ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. ഈ ഡോക്ടർ ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. വലിയ ഡോക്ടറാണ്. സർജറിക്ക് വേണ്ടി ഡോക്ടർ ആരംഭിച്ചു. കത്തി വെച്ചു. ഹൃദയം തുറന്നപ്പോൾ ഒരു തുള്ളി രക്തം പോലും ഹൃദയത്തിലില്ല. ഒരു തുള്ളി രക്തമില്ല. ഡോക്ടർ പറഞ്ഞു, ക്ലോസ് ചെയ്തോ, കുഞ്ഞിനെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ തിരുമേനി പറഞ്ഞ
നല്ല ശമരിയാക്കാരനെ പോലെ പ്രവർത്തിച്ച 5 വയസ്സുള്ള കുഞ്ഞ് ഒരു നല്ല സന്നദ്ധ സുവിശേഷകയായി ഡോക്ടറോട് പറഞ്ഞ കാര്യം ഡോക്ടർ ഓർത്തു. ഇങ്ങനെയാണ് ആ ഡോക്ടർ പറഞ്ഞതായി കലാം പറഞ്ഞത്. ദൈവമേ, നീ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 69 വയസ്സുകാരനായ ശൈലേഷ് മേത്ത പറയാണ്, ദൈവമേ നീ ഉണ്ടോ എന്നെനിക്കറിയില്ല. നീ ഉണ്ടെങ്കിൽ ആ കുഞ്ഞ് പ്രാർത്ഥിച്ചത് കേട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഒരു തുള്ളി രക്തം വന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു തുള്ളി രക്തം വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് സർജറി കണ്ടിന്യൂ ചെയ്യാം. സർജറി മുഴുവൻ ചെയ്തു. കുഞ്ഞിനെ ആദ്യം വെൻറ്റിലേറ്ററിൽ ICUവിലൊക്കെ ഇട്ടു, പുറത്ത് കൊണ്ടുവന്നില്ല. അപ്പോഴാണ്, ഇത് ഡിസംബർ 25 2008 നടന്ന സംഭവമാണ്. 2009 ജനുവരിയിൽ ഈ കലാമിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഡോക്ടറെ, ഈ കുഞ്ഞ് സുഖമായിട്ട് വരുമ്പോൾ എന്നോട് ചോദിക്കും എൻ്റെ ഹൃദയത്തിലെ ദൈവത്തെ കണ്ടോ എന്ന്. ഞാൻ എന്തുത്തരം പറയണമെന്ന് എനിക്കറിയില്ല. 2, ഈ ദൈവത്തോട് റിഗാർഡ്സ് പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ ഉത്തരം ഇങ്ങനെയായിരുന്നു, ഡോക്ടർ പറയണം ആ കുഞ്ഞിനോട്, ഒരു തുള്ളി രക്തത്തിൻ്റെ രൂപത്തിലാണ് നിൻ്റെ ഹൃദയത്തിൽ ദൈവം ഇരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു തുള്ളി രക്തത്തിൻ്റെ ഷേപ്പിലാണ് മോളെ നിൻ്റെ ഹൃദയത്തിലെ ദൈവം ഇരുന്നത്. ആ ദൈവത്തെ ആർക്കും കാണാനൊക്കത്തില്ല, അനുഭവിച്ചറിയാനേ കഴിയുകയുള്ളൂ. ഈ സംഭവം പിറ്റേ ദിവസം മീറ്റിങ്ങിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ കൂടി വന്ന അപ്പന്മാരോടും അമ്മമാരോടും പറഞ്ഞു. ഈ ഡോക്ടർ പറഞ്ഞ വാചകം എന്നാണെന്നറിയാമോ? 69 വയസ്സായ എന്നെ ആത്മീക പാഠം പഠിപ്പിച്ചത് ആരാണെന്നറിയാവോ? ഈ അമ്മയും അപ്പനും വളർത്തിയ 5 വയസ്സുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞാണ് എന്നെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കലാം അവിടെ വന്നവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന മക്കളെ 5 വയസ്സിനുള്ളിൽ ഇങ്ങനെ പഠിപ്പിച്ചൊരുക്കാനാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കയ്യിൽ മടക്കിക്കൊടുക്കാനാണ് നിങ്ങളെ അമ്മയും അപ്പനും ആക്കി തീർത്തിരിക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം അന്ന് കൂടിയവരോട് പറഞ്ഞൊരു കാര്യമാണ്. മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ സന്നദ്ധ ഭടന്മാരെ ഞാൻ എന്നെ കൂടി ചേർത്തുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളും ഞാനും മക്കൾക്കിന്ന് ലോകത്തിൽ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിദ്യാഭ്യാസം നൽകുന്നു, സുഖ സൗകര്യങ്ങൾ നൽകുന്നു, നമ്മൾ സ്വപ്നം കാണാത്ത ഭക്ഷണങ്ങളും വീടുകളും വാഹനങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു. ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിലെ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഞാനും നിങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അപജയത്തിൻ്റെ കാരണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സർജറി വന്നാൽ ഇങ്ങനെ ചോദിക്കുമോ, എൻ്റെ ഹൃദയത്തിൽ ദൈവം ഉണ്ടെന്ന് പഠിപ്പിച്ച ഒരമ്മ. ഈ അമ്മയും കുഞ്ഞിനെയും അവതരിപ്പിച്ചിട്ട് പറയുകയാണ്, 69 വയസ്സുകാരൻ ഡോക്ടർ മേത്ത പറയുകയാണ്, എന്നെ ആത്മീക പരിജ്ഞാനമുള്ളതാക്കി തീർത്തത് ഈ കുഞ്ഞാണ്. എങ്ങനെ നമുക്ക് നല്ല അപ്പനാകാം, നല്ല അമ്മയാകാം, നല്ല മക്കളായിത്തീരാമെന്ന് പറയാണ്. ഇനി വായിച്ച വേദഭാഗത്തേക്ക് ഞാൻ വരട്ടെ. ഏലിയാവും ഏലിശായും ഒന്നിച്ച് നടക്കുന്ന കാലം. ഏലിയാവ് ദൈവവിളി കേട്ടടുപ്പിക്കുമ്പോൾ നിലമുഴുതുന്ന 12 കാറകൾ ധനവാനായ ഏലിശ. ഈ ഏലിശായെ ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് വേണമെന്ന് പറഞ്ഞ് വിയർപ്പൊഴുക്കി ചള്ളയിൽ കണ്ടത്തിലിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഏലിശായുടെ മുകളിലോട്ട് തൻ്റെ പുതപ്പിട്ടിട്ട് പറഞ്ഞു, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ യേസ് പറഞ്ഞ് യേസ് ലോഡ് യേസ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോകാനായി അപ്പൻ്റെ അമ്മയുടെ അനുവാദം ചോദിച്ചു വന്നയാളാണ് ഏലിശ. ഈ ഏലിശ ഏലിയാവിൻ്റെ കൂടെ BC 858 തൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. 7 കൊല്ലം BC 851 ഇന്നത്തെ ഈ സംഭവം നടക്കുന്നത്. ഈ 7 വർഷം തൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട്
ഏലിയാവിൻ്റെ ദൈവത്തെ, ഏലിയാവ് ചെയ്യുന്ന അത്ഭുതകരമായ പ്രവർത്തികളെ കണ്ടയാളാണ് ഏലിശ. അവിടെ എല്ലാം എഴുതി വച്ചിരിക്കുന്നത് ഏലിയാവും ഏലിശായും ഒന്നിച്ച് നടന്നു, ഒന്നിച്ച് പാർത്തു, ഒന്നിച്ച് ജീവിച്ചു. മാർത്തോമാ സഭയിലെ ദൈവമക്കളോട് എനിക്ക് ആദ്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഒന്നിച്ച് നടക്കുന്ന അപ്പനും അമ്മയുമുള്ള കുടുംബങ്ങളാകണം നമ്മുടെ കുടുംബങ്ങൾ. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന അമ്മയപ്പന്മാരുടെ കുടുംബങ്ങളാണ് നമ്മുടെ കുടുംബങ്ങൾ. ഒരു വികാരി അച്ഛനും അവിടുത്തെ ചുമതലക്കാരും കമ്മിറ്റി അംഗങ്ങളും ഇടവക ജനങ്ങളും ഒന്നിച്ച് നടക്കുന്ന, ഒന്നിച്ച് പ്രവർത്തിക്കുന്ന, ഒന്നിച്ച് ആരാധിക്കുന്ന ഇടവകളാണ് നമ്മുടെ ഇടവകൾ. ഭദ്രാസനം അഭിവന്യ തിരുമേനിയോടൊപ്പം വൈദികരോടും ചുമതലക്കാരോടും ചേർന്ന് ഒന്നിച്ചൊരുമിച്ച് നിൽക്കുന്നതാകണം. അവിടെയാണ് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാനുള്ള ഏലിശമാരെ വാർത്തെടുക്കാനായിട്ട് കഴിയുക. ഇന്നെങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മ പള്ളിയിൽ പോകും, അച്ഛൻ പറഞ്ഞു സന്നദ്ധ സുവിശേഷ സംഘം ഇന്ന് സേവികാ സംഘമായിട്ട് മാറിയെന്ന്. കാരണം എന്നാ? അമ്മ സേവികാ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ മീറ്റിങ്ങിൽ ഇടമിശ്ശേരി പോകുമ്പോൾ അപ്പൻ പോകത്തില്ല. എങ്ങനെ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും? എങ്ങനെ ഈ സഭ ഈ കാലഘട്ടത്തിൽ സജീവമായിട്ട് നിൽക്കാൻ കഴിയും? നമ്മുടെ വിവാഹം നടത്തിയപ്പോൾ കാർമ്മികനായിരിക്കുന്ന പുരോഹിതൻ പറഞ്ഞത് എങ്ങനെയാണ്? കൊട്ടാരക്കര ഭദ്രാസനത്തിലെ ഏത് പള്ളിയിലെ മണി അടിക്കുമ്പോഴും നിങ്ങൾ രണ്ടുപേരും മക്കളുമായിട്ട് ഒരുമിച്ച് വന്ന് ആരാധിക്കണമെന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ നടക്കുന്നവർക്കാണ് ദൈവാത്മാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിക്കാനിടയാകുന്നത്. ഇവരൊന്നിച്ച് നടന്ന് മുമ്പോട്ട് പോവുകയാണ്. ഏലിയാവ് ദൈവത്താൽ എടുക്കപ്പെടുവാൻ തുടങ്ങുമ്പോൾ ചോദിക്കുകയാണ്, ഏലിശ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇങ്ങനെ ചോദിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ചോദിച്ചു കൊള്ളുക. ബർത്തിമായിയോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഈ ചോദ്യം ആഗറിനോടൊക്കെ ചോദിച്ചു. ഒത്തിരി ചോദ്യങ്ങളുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ഇരിക്കുന്ന എന്നോടും നിങ്ങളോടും ഇന്ന് ദൈവത്തിന് ചോദിക്കാനുള്ളത്, ഓൺലൈനിൽ കൂടെ കാണുന്നവരുണ്ടാകാം, ഇന്ന് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിനക്കിന്ന് എന്താണ് ആവശ്യം? ശലോമോനോട് ചോദിച്ചു ദൈവം. ശലോമോൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ദൈവമേ ജ്ഞാനവും വിവേകവുള്ളൊരു ഹൃദയം മതി. ദൈവം പറഞ്ഞു, സമ്പത്തോ ദീർഘായുസോ ശത്രു സംഹാരമോ സൽകീർത്തി ഇതൊന്നും നീ ചോദിക്കാതെ നീ നല്ല കാര്യം ചോദിച്ചത് കൊണ്ട് നീ ചോദിച്ചതും ഞാൻ ഈ പറഞ്ഞതുമെല്ലാം നിനക്ക് തരികയാണെന്ന് പറഞ്ഞു. ഇന്ന് ചോദിക്കട്ടെ, നമ്മൾ ഇന്ന് പ്രാർത്ഥനയ്ക്കും കൂട്ടത്തിനും കൂട്ടായ്മയ്ക്കും വരുന്നത് ഇരട്ടി ആർജിക്കാനാണോ? എന്ത് വസ്തു? വീടിന് ഒരു നിലയുള്ളൂ, രണ്ടാക്കണം. പണിതോ എനിക്ക് വിരോധമില്ല. നമുക്ക് വാഹനങ്ങൾ ഇന്നത്തെ പോരാ, നല്ലത് വാങ്ങിക്കണം, കുഴപ്പമില്ല. ഇപ്പം തിരുമേനി ഒരേക്കർ വസ്തുവൊക്കെ ചോദിച്ചു, എത്ര ഏക്കർ വേണേലും ചോദിച്ചോ. എന്നാൽ ഏലിശ ഇതൊന്നുമല്ല ചോദിച്ചത്, എനിക്ക് നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കാണ് വേണ്ടത്. നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. പ്രിയ മാർത്തോമാക്കാരെ, ഇന്ന് ദൈവം ചോദിക്കുകയാണ്, ഞാനിത് തരാൻ റെഡിയാണ്, നിനക്കിത് വേണം. എലിശ ഇത് ചോദിച്ചപ്പോൾ ഏലിയാവ് പറഞ്ഞു, നീ ചോദിക്കുന്ന കാര്യം തരാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി. ദൈവം തരാൻ റെഡിയാണ്, പക്ഷെ അത് കിട്ടാൻ എളുപ്പമല്ല. പുതിയ നിയമത്തിൽ നമുക്ക് അറിയാമല്ലോ, പരിശുദ്ധാത്മാവിന് വിലയ്ക്ക് കൊടുക്കുന്നവരും വാങ്ങിക്കുന്നവരും വരെ ഉണ്ടായിരുന്ന കാലമുണ്ട്. അങ്ങനൊന്നും കിട്ടുന്നതല്ല. ഇത് ദൈവത്തിൻ്റെ കൃപയാൽ കിട്ടുന്നൊരു കാര്യമാണ്. നീ ചോദിക്കുന്ന കാര്യം പ്രയാസമാണ്. ഇത് കിട്ടണമെങ്കിൽ ദൈവം എന്നെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നീ എന്നെ കാണണം. സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയട്ടെ, നിൻ്റെ ഈ വരദാനം നിനക്ക് ദൈവം തരണമെങ്കിൽ നീ ഇപ്പോൾ അല്ല, ലാസ്റ്റ് മിനിറ്റ് വരെ, മരണപര്യന്തം നീ എന്നോട് കൂടെ ഇരിക്കുകയും നടക്കുകയും ചെയ്തെങ്കിലേ കിട്ടത്തുള്ളൂ. നീ ഇത് കാണണം എന്ന് പറഞ്ഞാൽ ഇത് കിട്ടിയ ചോടിപ്പോയി ഇല്ലാതാകുന്ന കാര്യമല്ല, ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. എന്താ പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിൻ്റെ ഇരട്ടി പങ്കെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്
എന്താ ഈ ആത്മാവിൻ്റെ ഇരട്ടിപ്പ്? എന്താണ് ഈ ആത്മാവെന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കേണ്ടത്? പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്, പുതിയ നിയമത്തിലുണ്ട്, അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. ഇതെല്ലാം ചേർത്ത് വരുമ്പോൾ ഒന്ന് ഞാൻ പറയട്ടെ. ഈ ആത്മാവെന്നൊക്കെ പറഞ്ഞാൽ വന്ന് ചാടി കയറി പോകുന്നതോ ഒന്നുമല്ല. ഏലിയാവിനിത് കിട്ടിയത് പള്ളിയിലും കൺവെൻഷനും കൂട്ടായ്മയ്ക്കും ഒന്നുമല്ല. അവിടെയും കിട്ടും, എല്ലായിടത്തും കിട്ടുന്ന കാര്യമാണ്. ഏലിയാവിനെ എടുത്തുകൊള്ളപ്പെടുമ്പോൾ കിട്ടിയൊരു കാര്യമാണിത്. അപ്പോൾ പറയുകയാണ്, എനിക്ക് നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. മാർത്തോമാ സഭയുടെ പരസ്യാരാധന ക്രമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം കൗമ, പാപമേറ്റുപറച്ചൽ, സ്തോത്രം, അത് കഴിഞ്ഞിട്ട് എന്താ ചേർത്തിരിക്കുന്നറിയാമോ? പരിശുദ്ധാത്മാവിന് വേണ്ടി 5 അപേക്ഷകളും 6മതൊരു കോമൺ അപേക്ഷയും വെച്ചിട്ടുണ്ട്. മാർത്തോമാക്കാരുടെ ആരാധനയിൽ ചേർത്തിരിക്കുന്ന കാര്യമാണ്. ദൈവമക്കളെ കഴിഞ്ഞ 7 ദിവസം ജീവിച്ച ശേഷം പുതിയ ആഴ്ചവട്ടത്തിലേക്ക് വന്നിരിക്കുന്ന ഓരോ മാർത്തോമാക്കാരനും ആരാധിക്കുമ്പോൾ ദൈവത്തോട് പറയുകയാണ്, നിന്റെ ശിഷ്യന്മാരുടെ മേൽ അയച്ച പരിശുദ്ധാത്മാവിനെ, നിന്റെ സഭമേൽ അയച്ച പരിശുദ്ധാത്മാവിനെ ഈ ഞങ്ങളുടെ മേൽ, ഈ ഇടവയുടെ മേൽ, സഭയുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പൂർവ്വ മാതാപിതാക്കളോട് ഈ പ്രാർത്ഥന ചേർത്തിരിക്കുന്നത്. യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ മക്കളെ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുവോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുവോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുവോ? ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തന്നോട് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ആത്മാവ് കൂടിയായിട്ടാണ് യേശു പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ മക്കൾക്ക് റാങ്ക് കിട്ടണം, ജോലി കിട്ടണം, ഇതൊക്കെയുണ്ടോ? അതിനപ്പുറമായി ഞാൻ മുമ്പേ പറഞ്ഞ 5 വയസ്സുകാരി പെൺകുട്ടിയെ പോലെ എൻ്റെ നിങ്ങളുടെ മക്കൾക്ക് ദൈവമേ ഞങ്ങളുടെ മേൽ പകർന്ന് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കളിലൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ വിവാഹം നടക്കുമ്പോൾ കാർമികൻ കിരീടം വാഴ്ത്തുന്ന ശുശ്രൂഷയ്ക്ക് മുമ്പിൽ ഒരു പാട്ടുണ്ട്. പൂർവ്വവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാൻ തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും. അബ്രാം സാറാ തൊട്ട് മെസ്രേനിൽ യൗസേഫിനെ വരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അബ്രഹാമിനും സാറായിക്കും കൊടുത്തത് പോരാ, ഇസാക്കിനും റെബേക്കായ്ക്കും കൊടുത്തത് പോരാ, യാക്കോബിനും റാഹേലിനും കൊടുത്തത് പോരാ, മെസ്രൈനിലെ യൗസേഫിനും കൊടുത്തത് പോരാ, ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കൾക്ക് കൊടുത്ത ദൈവകൃപയുടെ ഇരട്ടി ഞങ്ങളുടെ ഈ മക്കൾക്ക് കൊടുക്കണമെന്നാണ് ഈ ലിറ്റർജിയിൽ ചേർത്തിരിക്കുന്ന പാട്ടിൻ്റെ അർത്ഥം. കൊയർ അടിച്ചു പൊളിക്കുമ്പോൾ കേട്ട് സുഖിക്കാനുള്ളതല്ല. ദൈവമേ പൂർവ്വ മാതാപിതാക്കൾക്ക് നൽകിയ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെങ്കിലേ സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ, നല്ല അപ്പനും അമ്മയുമായി തീരുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആ പ്രാർത്ഥനയുടെ പാട്ടിൻ്റെ അർത്ഥം. നമ്മൾ ചോദിക്കാറുണ്ടോ, പ്രാർത്ഥിക്കാറുണ്ടോ? ഈ ആത്മാവിൻ്റെ 3 ഗുണങ്ങൾ വേഗത്തിൽ പറയട്ടെ. ഒന്ന്, ദിസ് ഈസ് എ സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ആത്മാവാണിത്. വിശ്വാസത്തിൻ്റെ ആത്മാവ്. വിശ്വാസം ഞാൻ എനിക്ക് വലിയ വിശ്വാസമുള്ളതെന്നൊന്നും പറയുന്നതല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ മൈ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഓവർ എവരിതിങ്. നത്തിങ് ഈസ് ബിയോണ്ട് ഹിസ് കൺട്രോൾ. ഒന്നും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് വെളിയിലല്ല. എൻ്റെ തലയിലെ മുടികൾ പോലും എണ്ണി നോക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാനായിരിക്കുന്നത്, ഈ സഭയായിരിക്കുന്നത്, എല്ലാമായിരിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് ദൈവമറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കാനും ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യില്ലെന്ന് വിശ്വസിക്കാനും ഏത് തിന്മയെയും നന്മയാക്കി തീർക്കാൻ കരുത്തുള്ളൊരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ഏത് അനുഭവത്തിലും പറയാൻ കഴിയുന്നതാണ് ഈ വിശ്വാസം. ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഇതെങ്ങനെ കടക്കുമെന്നറിയാൻ വയ്യാതെ വന്നപ്പോൾ മോശ ചെന്ന് ദൈവത്തോട് ചോദിച്ചു. ജനം പറഞ്ഞു ഞങ്ങളെ കൊല്ലാൻ കൊണ്ടെന്നാണ് ചോദിച്ചപ്പോൾ നീ കൈ നീട്ടാൻ പറഞ്ഞു. മോശ കൈ നീട്ടിയപ്പോൾ ചെങ്കടലിൽ ചെങ്കൽപ്പാതി ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ദൈവാത്മാവിൻ്റെ ഏറ്റവും. ഇത് നമ്മുടെ മെടുക്കല്ല. ദിസ് ഈസ് എ സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്. ഹി ഈസ് ഇൻ കൺട്രോൾ ഓവർ എവരിതിങ്. നമ്മുടെ സഭയിൽ 3 തിരുമേനി മാറിയെടുക്കുന്നൊരു പ്രക്രിയ വന്നു ഈ കഴിഞ്ഞ സമയത്ത്. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. മെത്രാപ്പൊലീത്ത തിരുമേനി ഒരു കൽപ്പനയിട്ടു.
സഭാമക്കളെ പ്രാർത്ഥിക്കൂ, ദൈവം തിരഞ്ഞെടുക്കട്ടെ. യാതൊരു തടസ്സവും കൂടാതെ ദൈവം അഭിഷക്തരായ 3 പേരെ തന്നതുണ്ടല്ലോ. ഈ ആത്മാവിൻ്റെ ഇരട്ടി പങ്കാണ്. മാർത്തോമാ സഭയിലൂടെ തിരുമേനിമാരുടെയും വൈദികരുടെയും ജനങ്ങളുടെയും വിശ്വാസം ഇവിടെ ഉണ്ടായിരുന്നു. ദൈവത്താൽ ഒരു കാര്യം അസാധ്യമല്ല. 2, ദിസ് ഈസ് എ സ്പിരിറ്റ് ഓഫ് ഒബീഡിയൻസ്. അനുസരണത്തിൻ്റെ ആത്മാവാണ് ഈ ആത്മാവ്. നിങ്ങൾ നോക്കുക അനുസരണത്തിൻ്റെ ആത്മാവിനെ. അതായത് തിരുമേനി ഇന്ന് പല കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് കഴിയുമോ നല്ല ശമരിയക്കാരനാകാൻ? പ്രയാസമാണ്. ആരെക്കൊണ്ട് കഴിയും? നമുക്ക് പ്രയാസമാണ്. എന്നാൽ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ അതിനകത്തുള്ള അന്തസ്സത്തെ അനുസരിക്കാൻ എനിക്ക് നിങ്ങൾക്കും കരുത്ത് നൽകുന്ന ആത്മാവാണ് ഈ പരിശുദ്ധാത്മാവ്. യേശുവിൻ്റെ അമ്മ മറിയയുടെ അരികിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, നീ പോയി പറ മറിയയോട്, ദൈവപുത്രന് നീ ജന്മം കൊടുക്കണം. ചെന്നപ്പോൾ വിളിച്ച വാക്കെന്താണെന്നറിയാമോ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചവളെ എന്നാണ്. ദൈവത്തിൻ്റെ ഫേവറാണ് ആത്മാവിൻ്റെ ഇരട്ടി പങ്കിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. ദൈവം എന്നിൽ നിങ്ങളിലും പ്രസാദിച്ചുകൊണ്ട് ഈ കൃപയുടെ പെരുമഴ നമ്മിൽ നിറയ്ക്കുന്നതാണ് ഈ വിശ്വാസത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത. ഉടനെ മറിയ പേടിച്ചപ്പോൾ എന്താ പറഞ്ഞെന്നറിയാവോ? കൃപ ലഭിച്ചവളെ, നീ ഒരു മകന് ജന്മം കൊടുക്കാൻ പോകുകയാണ്. അവനാണ് ദൈവത്തിൻ്റെ പുത്രൻ. അവൻ ജനങ്ങളെ പാപങ്ങൾ. നമുക്ക് ആ ഭാഗം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ മറിയ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളും ഞാനും ചോദിക്കുന്ന ചോദ്യം, എങ്ങനെ ഇത് സംഭവിക്കും? എങ്ങനെ ഇത് സംഭവിക്കും? ഇന്നിവിടെ വന്നിരിക്കുന്ന ചിലരുടെയെങ്കിലും മനസ്സിൽ ചോദ്യങ്ങളുണ്ട്. ദൈവമേ, എങ്ങനെ എൻ്റെ ഈ പ്രശ്നം പരിഹരിക്കും? ഇന്ന് ജെയിംസ് അച്ഛൻ പറഞ്ഞു, ഈ സന്നദ്ധ സുവിശേഷക സംഘത്തെ എങ്ങനെ സജീവതയുള്ള ഒരു സംഘടനയാക്കി മാറ്റാൻ കഴിയും? ഹ്യൂമൻലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും ഇന്ന് ഇതിലൊന്നും കാണുന്നു പോലുമില്ല. എന്നാൽ മറിയോട് ദൈവം പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയാമോ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, ഒന്നും അസാധ്യമല്ല. അപ്പോൾ മറിയ പറഞ്ഞ വാക്ക് കേട്ടോ? എനിക്കറിയില്ല എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യം പരിശുദ്ധാത്മാവ് വന്ന് നിന്റെ മേൽ നിഴലിടും. ഓർക്കുക, ദൈവം പറയുന്നത് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ദൈവ പൈതലെ, എൻ്റെ നിങ്ങളുടെ മേൽ നിഴലിടുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ മറിയ, ഇതാ ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക്. ഇതാണ് അനുസരണത്തിൻ്റെ ആത്മാവ്. മാർത്തോമാ സന്നദ്ധ സുവിശേഷക സംഘാംഗങ്ങളിൽ നിന്നും എന്നിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് ഈ അനുസരണത്തിൻ്റെ ആത്മാവിനെയാണ്. നമുക്കിന്ന് ഇതെങ്ങനെ സംഭവിക്കും, ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് തട്ടി മാറ്റാൻ ശ്രമിക്കുമ്പോൾ മറിയെപ്പോലെ പറയാൻ കഴിയണം, യേസ് ലോർഡ് യേസ്. ദൈവമേ, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറയുന്നവരുടെ മേലാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധിവാസം ഉണ്ടാകുന്നത്. ഈ മറിയ ചെന്ന് എലിസബേത്തിനോട് വന്ദനം പറഞ്ഞപ്പോൾ എലിസബേത്തിൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആനന്ദം കൊണ്ട് തുള്ളി. എങ്ങനെ ഈ സന്നദ്ധ സുവിശേഷ സംഘം സജീവമാക്കാൻ കഴിയുമെന്നറിയാമോ? ഒന്ന്, വിശ്വസിക്കണം, എൻ്റെ ദൈവത്തിന് അസാധ്യതകളില്ല. ആ ദൈവം എന്നോട് എന്ത് കൽപ്പിച്ചാലും ഞാനത് പൂർണ്ണമായിട്ട് അനുസരിക്കുമെന്ന് വിശ്വസിക്കുവാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. മൂന്നാമതായി, ദിസ് ഈസ് എ സ്പിരിറ്റ് ഓഫ് നോളജ്, വിസ്ഡം, ഹ്യൂമിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. എല്ലാം കൂടെ ചേർത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈ ആത്മാവ് വരുമ്പോഴുണ്ടല്ലോ പരിജ്ഞാനമുണ്ടാകും, വിനയമുണ്ടാകും, സമർപ്പണമുണ്ടാകും. ആത്മാവാണിത്. ദൈവാത്മാവ് വന്ന ഒറ്റയൊരുത്തരും അഹങ്കാരത്തിൽ നടക്കത്തില്ല. ഞാനാണ് വലിയവനെന്ന് പറയത്തില്ല. പത്രോസിൻ്റെ ജീവിതം അറിയാം. യാക്കോബും യോഹന്നാനും ചെന്ന് യേശുവിനോട് പറഞ്ഞു, അവരുടെ അമ്മയും ചെന്ന് പറഞ്ഞു, നീ രാജത്വം പ്രാപിക്കുമ്പോൾ
ഇടത്തും വലത്തും ഇരുത്തണമെന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിയിട്ട് ഒന്നാമനായിട്ട് ആകാൻ പോയവരാണ് സബദി മക്കൾ. ഭയങ്കര വഴക്കാരൻ. ആരാണ് വലിയവൻ? എന്നാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം ശിഷ്യന്മാരിൽ നിറവേറിയപ്പോൾ, ആദിമസഭയുടെ ഒന്നാമത്തെ സമ്മേളനത്തിൽ കൂടിയപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ ചോദിച്ചോ ആരാ വലിയവൻ? ചോദിച്ചോ? ഇല്ല. അവരേക മനസ്സും ഏക ഹൃദയവും ഏക വിചാരവും ഉള്ളവരായിട്ടാണ് ഇരുന്നത്. ആദിമസഭയിൽ മുട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല. ദൈവമക്കളെ, ഇന്നൊരു നാഴിക്കകത്തൊരു നാഴി കയറുകയില്ല, ആരും ചേർന്ന് നിൽക്കത്തില്ല. പണ്ടിങ്ങനെ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഞാനിവിടെ തൊട്ടടുത്തിരുന്നിട്ടുള്ള കലയപുരം സിയോൻ കുന്നിലാണ്. സാധു കൊച്ചുഞ്ഞുപദേശ അച്ഛനും തിരുമേനിയൊക്കെ പറഞ്ഞല്ലോ, വന്ന് സുവിശേഷം അറിയിച്ച സ്ഥലമാണ്. ഒരാഴ്ചയൊക്കെയാണ് ഉപദേശിയുടെ അന്നത്തെ പ്രസംഗ പരമ്പര നടന്നിരുന്നത്. അന്ന് ഈ ഉപദേശി പ്രസംഗിച്ചപ്പോൾ പ്രസംഗം കേട്ട ജപമണി എന്ന് പറഞ്ഞൊരു വനിത, ഇവിടെ വരുന്നതിന് മുമ്പാണ്, കലയപുരത്ത് വരുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ പോയി പ്രസംഗിച്ചപ്പോൾ ജപമണി എന്ന് പറഞ്ഞ ഇതര വിശ്വാസത്തിലെ സ്ത്രീക്ക് ദൈവം വിടുതൽ കൊടുത്തപ്പോൾ ഈ സ്ത്രീയുടെ കാതിൽ കിടന്ന 2 കമ്മൽ എന്നല്ലേ പറയുന്നത്, വളി എന്നല്ലേ പറയുന്നത്, വലിയ സ്വർണ്ണ കമ്മൽ അങ്ങോട്ടെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കൊച്ചുഞ്ഞുപദേശി ഇത് ദൈവവേലയ്ക്കായിട്ട് തരും. ആ 2 കമ്മൽ വിറ്റിട്ടാണ് കലയപുരത്തെ സിയോൻ കുന്ന് വാങ്ങിച്ചത്. നിങ്ങൾ ഈ കൊട്ടാരക്കരയിൽ ചൂട്ടുകറ്റയും കെട്ടി കലയപുരത്തെ സിയോൻ കൺവെൻഷനിൽ പോയവരാണ് കൊട്ടാരക്കരക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും. ഇന്ന് കാറും ലോറിയും ബൈക്കും ബസ്സും ഓട്ടോയും ഒക്കെ ഉണ്ടായിട്ട് പോലും എനിക്ക് നിങ്ങൾക്കും ഇന്ന് ഇതൊക്കെ വളരെ ലാഘവത്തോട് കാണാനും ഇതിലൊന്നും താല്പര്യമില്ലാതെ പോകുമ്പോൾ ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവുണ്ടല്ലോ, ഇത് ഉള്ളിൽ വന്നാൽ പരിജ്ഞാനം കൊണ്ട് നിറയും, താഴ്മയുള്ളവരാകും, സമർപ്പിതരായിത്തീരും. ഈ ആത്മാവിനെയാണ് പ്രാപിക്കേണ്ടത്. ഇനി എങ്ങനെ ഇതിന് ലഭിക്കുമെന്ന് പറയട്ടെ. പറഞ്ഞു, എനിക്ക് വേണം. നല്ല പ്രയാസമുള്ള കാര്യമാകും എലിശ, ഇത് ഈസി ആയില്ല, വെരി ഡിഫിക്കൽട്ട്. ഇത് കിട്ടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല. ഈ ആത്മാവിൻ്റെ ഇരട്ടി പങ്കുള്ള അച്ഛനായി അപ്പനായി അമ്മയായി പ്രവർത്തിക്കണമെങ്കിൽ ഒന്ന് സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിക്കണം, ദൈവമേ നിൻ്റെ കൃപ കൊണ്ട്, നിൻ്റെ ആത്മാവ് ചൈതന്യം കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളൊരു ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യയ്ക്ക് തോന്നും, തിരിച്ചും തോന്നും, വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് തോന്നും. അങ്ങനെ ജീവിക്കുന്ന അപ്പനെയും അമ്മയും കണ്ടാൽ മക്കൾ അമ്മയപ്പന്മാരെക്കുറിച്ച് അഭിമാനം തോന്നിയിട്ട് പറയും, വി ആർ പ്രൗഡ് ഓഫ് അവർ ഫാദർ ആൻഡ് മദർ എന്ന് പറയും. അങ്ങനെ ജീവിക്കുന്ന സന്നദ്ധ സുവിശേഷ സംഘം കാണുമ്പോൾ മറ്റുള്ളവർ പറയും, നമ്മെക്കുറിച്ച് അഭിമാനത്തോടെ പറയും. ഇന്ന് സ്വർഗസ്ഥനായ പിതാവിനോടൊന്ന് ചോദിക്കാവോ, പ്രയാസമുള്ള ഈ കാര്യം എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദോഷികളായി ഞങ്ങൾ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുമ്പോൾ തന്നോട് ചോദിക്കുന്നവർക്ക് നൽകുന്ന ആത്മാവിനാൽ ദൈവമേ ഇന്ന് എന്നെ നിറയ്ക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. 2, കാത്തിരിക്കണം. എലിശയോട് പറഞ്ഞു, നീ ചോദിച്ചാൽ ഉടനെ കിട്ടുന്ന കാര്യമല്ലിത്, ഒരു നിമിഷം കൊണ്ടൊന്നും വന്ന് കയറുന്ന കാര്യമല്ല. എന്നെ എപ്പോൾ ദൈവം എന്നെ എടുത്തുകൊണ്ട് പോകുമോ അപ്പോൾ നീ എന്നെ കണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ലഭിക്കത്തുള്ളൂ. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ക്യാമറയുണ്ട്, വീഡിയോ ഒക്കെ ഉണ്ട്. എൻ്റെ കിട്ടണമെങ്കിൽ എന്നെ ഫോക്കസ് ചെയ്യണം, നിങ്ങളെ കിട്ടണമെങ്കിൽ നിങ്ങളെ ഫോക്കസ് ചെയ്യണം. ദൈവ പൈതലേ, നമ്മുടെ ഫോക്കസിങ് ഇന്ന് മാറരുത്. മാർത്തോമാ സഭ ഇത്രയും വളർന്നതിൻ്റെ കാരണം നമുക്ക് പള്ളികളെല്ലാം നഷ്ടപ്പെട്ടു, ചുരുക്കം പള്ളികൾ. നമുക്കൊന്നും കൈമുതലായിട്ടില്ലായിരുന്നു. ഈ തുറന്ന വേദപുസ്തകവും മുട്ടിന്മേൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കണ്ണുനീരും, കൈകൾ ആകാശത്തേക്ക് ഉയർത്തി ഒന്നുമില്ല കർത്താവേ നീ മാത്രമാണ് ഞങ്ങളുടെ സമ്പത്തെന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസവും കൈമുതലായിട്ട് ജീവിച്ചപ്പോഴാണ് നമ്മുടെ ഈ സഭ ഇന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഫോക്കസ് മാറ്റിയില്ല. വലിയ പള്ളികൾ വേണമെന്നല്ല, മണർകാട് പള്ളി മാർത്തോമാ കോടതി തന്നതാണ്. നമ്മൾ പറഞ്ഞു പള്ളിയല്ല ഞങ്ങൾക്ക് വലുത്. എന്താ വലുതെന്നറിയാമോ? ദൈവമാണ് വലുത്. ദൈവത്തെക്കാൾ വലുതായിട്ട് നമ്മുടെ സമ്പാദ്യങ്ങളെയും നമ്മുടെ സമ്പത്തിനെയും മക്കളെ ഒന്നും കാണാൻ പാടില്ല. ഫോക്കസിങ് ദൈവത്തിങ്കിലേക്കായിരിക്കണം. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കും മുമ്പ് 40 ദിവസം മരുഭൂമിയിൽ പോയി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സാത്താൻ ചെന്നു 3 പരീക്ഷകൾ കൊടുത്തു. ഒന്ന് കുമ്പിട്ടാൽ മതി, ഇതെല്ലാം നിനക്ക് തരാം.
നമ്മളൊക്കെ വീണുപോകും. യേശു വീണില്ല. ഈ കാത്തിരിപ്പിലൂടെ തൻ്റെ ഫോക്കസിങ് ശരിയായിട്ട് പറഞ്ഞു. ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. കല്ലപ്പമാക്കാൻ പറഞ്ഞു. വിശന്നിരിക്കുക ഇല്ല, ദൈവം തരുന്ന വചനമാകുന്ന അപ്പം കൊണ്ടും ജീവിക്കാം. ഫോക്കസ് മാറിയില്ല. എടുത്ത് ചാടാൻ പറഞ്ഞു. നിന്നെ എല്ലാവരും പോപ്പുലാരിറ്റി നൽകും. യേശു പറഞ്ഞു, എനിക്ക് ദൈവത്തെ പരീക്ഷിക്കണ്ട. ദൈവത്തിൻ്റെ മുമ്പിൽ കാത്തിരിക്കുന്നവർക്കാണ് ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും ഈ ആത്മാവിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കാനും കഴിയുള്ളൂ. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അവർ പേടിച്ച് വാതിലടച്ചിരിക്കുക. യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് ഓടിപ്പൊക്കളഞ്ഞവരാണ്. അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടം വിട്ടു പോകരുത്, നിങ്ങൾ ഇവിടെ കാത്തിരിക്കണം. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കും. അത് ലഭിക്കുവോളം നിങ്ങൾ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഇരിക്കാൻ പറഞ്ഞു. അവർ 40 നാൾ കാത്തിരുന്നപ്പോഴാണ് ആത്മാവ് വന്നത്. അല്ലെങ്കിൽ അവർ രൂപാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചത്. വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? അവർ പോയപ്പോൾ പറഞ്ഞു, ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇതാ എന്ന് പറഞ്ഞു. പെൺകുട്ടികളുടെ മുമ്പിലൊക്കെ ഇവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞവരെ കണ്ടിട്ട് പറഞ്ഞു, ഇതാ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നുവെന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. എന്താണ് നമ്മുടെ സന്ന്യാസവിശേഷകം വളരാതിരിക്കുന്നത്? നമ്മുടെ ഫോക്കസ് മാറി. നമ്മുടെ ഫോക്കസ് ഇന്ന് മറ്റ് പലതിലേക്കുമായി. ലോകത്തിൽ ഇതര സംഘടനകളെ എപ്പോഴും പ്രവർത്തിക്കേണ്ടതല്ല സഭയും സഭയുടെ സംഘടനകളും. നമ്മുടെ ഫോക്കസ് കർത്താവിങ്കലേക്കാണ്, ക്രൂശിക്കപ്പെട്ട കർത്താവിങ്കലേക്കാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവിങ്കലേക്കാണ്. ആ ഫോക്കസ് മാറ്റിപ്പോകുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ വന്നിരിക്കുന്നത് ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ കുടുംബം നന്നാകാൻ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ ഭദ്രാസനം അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ സഭ ഉണരുവാൻ, ശക്തിപ്പെടുവാൻ എവിടെയെങ്കിലും ഫോക്കസ് മാറിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഫോക്കസ് ഇന്ന് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയണം. ഏലിശ കൂടെ നടക്കുകയാണ്. ഈ കാത്തിരിപ്പിൻ്റെ 4 സ്റ്റേജസ് പറയട്ടെ. ഒന്ന്, ഈ ഏലിയാവ് ആദ്യമായിട്ട് പറയുന്നു ഗിൽഗാലിലാണ്. നമ്മൾ ഇന്ന് വായിച്ച 2-ാം അധ്യായത്തിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ. ഏലിയാവ് ഗിൽഗാലിൽ നിൽക്കുകയാണ്. ഏലിശയോട് പറഞ്ഞു, പൊന്നുമോനെ, നീ ഇവിടെ താമസിച്ചോ, എൻ്റെ കൂടെ വന്നാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ തമ്മിൽ പ്രായത്തിൽ അന്തരം, നിനക്ക് കഷ്ടപ്പാടൊക്കെ സഹിക്കാൻ ബുദ്ധിമുട്ടാണ് കുഞ്ഞെ, നീ ഗിൽഗാലിൽ താമസിച്ചോ, സ്റ്റേ ബാക്ക് ഹിയർ എന്ന് പറഞ്ഞു. നീ ഇവിടെ താമസിച്ചോ. അപ്പോൾ ഏലിയാവ് ഇത് പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ വരാൻ പ്രയാസമാണ്. ഓർക്കുക, ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പ്രയാസമാണ്. ഹാനോക്ക് നടന്നു, ഏലിയാവ് നടന്നു, നമുക്ക് പ്രയാസമാണ്. അപ്പോൾ പറഞ്ഞു, ഏലിശ പറഞ്ഞു, ഇല്ല ജമാനെ, നിന്നെ വിട്ടേച്ച് പോകത്തില്ല. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ കൂട്ടുകാരവിടെ ഒരു ഗ്രൂപ്പ് നിൽപ്പുണ്ട്, പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൂട്ടുകാർ പറഞ്ഞു, എടാ മണ്ട, ഈ വല്യപ്പൻ്റെ പുറകെ നീ നടക്കരുത്, അയാളുടെ കാറ്റിപ്പം പോവും, നീ ഞങ്ങളുടെ കൂടെ വാ. ഇന്ന് എൻ്റെ നിങ്ങളുടെ മക്കളെ ദൈവത്തിൽ നകറ്റുന്ന പിയർ പ്രഷേഴ്സ്, നമ്മളെപ്പോലും എന്നെ നിങ്ങളെയും പോലും വഴിതെറ്റിക്കുന്ന പിയർ പ്രഷറിൻ്റെ നടുവിൽ ഫോക്കസ് മാറാതിരിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ട് മാറാൻ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞപ്പോൾ ഏലിയാവിനോട് ഏലിശ പറഞ്ഞൊരു കാര്യമുണ്ട്, മരിക്കുന്നത് വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. നമുക്ക് പറയാൻ കഴിയുമോ? മരിക്കുന്നത് വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഈ കമ്മിറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇതിനെ വർണ്ണിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജനനം മുതൽ ടീനേജിൻ്റെ 18 വയസ്സ് വരെയുള്ള കാലമായിട്ട് ഞാൻ പറയുകയാണ്. ദിസ് ഇസ് എ ടീനേജ് ടൈം. ബാല്യകാലം, കൗമാരകാലം. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഗിൽഗാലിൻ്റെ ബൈബിളിലെ പ്രത്യേകത, ദിസ് ഈസ് ദ പ്ലേസ് ഓഫ് ബിഗിനിങ്, ആരംഭത്തിൻ്റെ സ്ഥലമാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമി കടന്ന് യോർദാൻ കടന്ന് ആദ്യം കാല് കുത്തിയ സ്ഥലമാണ് ഗിൽഗാൽ. അവിടെയാണ് പുരോഹിതന്മാർ അവർ ചവിട്ടിയ കല്ലെടുത്തുകൊണ്ട് വന്ന് തൂണായിട്ട് അവിടെ നാട്ടിയിട്ട് പറഞ്ഞു, ദൈവത്തെ ആരാധിച്ച സ്ഥലമാണ്, ദൈവമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചതെന്ന് പറഞ്ഞ സ്ഥലമാണ്. പ്ലേസ് ഓഫ് ബിഗിനിങ് എന്ന് പറഞ്ഞാൽ, അച്ഛനോട് ജെയിംസ് അച്ഛനോടാണ് പറയുന്നത്, എന്താണ് ഇന്ന് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ കാരണം ഞാൻ പറയാം. ഈ ടീനേജിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയിൽ വരും, അമ്മയുടെ വാലയെ പിടിച്ചുകൊണ്ട് വരും, അപ്പൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് വരും, സൺഡേ സ്കൂളിൽ വരും, യുവജന സഖ്യത്തിലും ആദ്യം വരും, കോമ്പറ്റീഷനൊക്കെ വരും. അപ്പോൾ പരീക്ഷകൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇങ്ങനെ നിന്നാൽ മതി, ഇനിയും ദൈവത്തിൻ്റെ പുറകെ പോകണ്ട. കൂട്ടുകാർ പറയും,
നീ പള്ളിയിലും അച്ഛന്മാരുടെ ഉപദേശിമാരുടെ ഒന്നും പുറകെ പോകണ്ട, ഞങ്ങളുടെ കൂടെ വാന്ന് പറയുമ്പോൾ ഒരു നല്ല പങ്കും ഇന്ന് പള്ളിയും ദൈവസന്നിധിയും വെച്ചിട്ട് കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിക്കുന്നൊരു കാലമായി തീരുന്നുണ്ടെങ്കിൽ ദൈവം ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത് ലഭിക്കണമെങ്കിൽ ഏലിശായെ പോലെ പറയാൻ കഴിയണം, ഏത് വെല്ലുവിളികൾ വന്നാലും എന്ത് പ്രലോഭനങ്ങൾ വന്നാലും ദൈവത്തെ വിട്ടൊരു കളി വേണ്ട, എൻ്റെ ദൈവത്തെ വിട്ടൊരു ജീവിതം വേണ്ട. ഒരു വാക്ക് പറഞ്ഞുപോയി നീ പിന്മാറത്തിൽ നിഫ്താഹിനെ പോലെ പറയാനായിട്ട് കഴിയണം. ബഥേൽ അടുത്തത് ഇവിടം കഴിഞ്ഞല്ലോ, അടുത്തത് ബഥേലിലേക്ക് പോവുകയാണ്. ഏലിയാവ് ബഥേലിൽ പോയി, കൂടെ ഏലിശായും പോയി. ബഥേലിൽ ചെന്നപ്പോൾ പറഞ്ഞു, പൊന്നു മോനെ, ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ദിസ് ഈസ് എ പ്ലേസ് ഓഫ് ഡ്രീംസ്. സ്വപ്നം കാണുന്ന സ്ഥലമാണ്. ഭൂമിയിൽ നിന്ന് സ്വർഗം വരെയുള്ള കോവേണിയും ദൂതന്മാരെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല സ്വപ്നം കാണുന്ന സ്ഥലമാണ്. നീ ഇവിടെ താമസിച്ചോ, ഇതൊരു ബഥേലാണ്, നല്ല സ്ഥലമാണ് കുഞ്ഞെ, നീ ഇവിടെ താമസിച്ചോ, എൻ്റെ കൂടെ വരാൻ പ്രയാസമാ, വരണ്ട എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. കൂട്ടുകാർ പറഞ്ഞു, എടാ പൊന്നുമോനെ, നിന്നോട് ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു, ഈ വല്യപ്പൻ്റെ പുറകെ ആരാടാ പോന്നേ, ഈ അച്ഛന്മാരുടെ പുറകെ ആരാടാ പോന്നേ, അവരൊക്കെ ആരാന്നറിയാമോ, നിങ്ങൾ എന്തിനാ പള്ളിയിൽ പോന്നേ, എന്തിനാ സഭയിൽ പോന്നേ, നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ആര് പറയുന്നതാ കേൾക്കുന്നേ? പിയർ പ്രഷർ പറയുന്നതാണോ കേൾക്കുന്നതാ? ഏലിശാ പറഞ്ഞു, ഇല്ല ജമാനിനെ, ഞാനിവിടെ നിൽക്കത്തില്ല, നിൻ്റെ കൂടെ തന്നെ വരികയാണ്. ഈ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇത് യൗവനകാലമാണ്, യൂത്ത്. യൗവനപ്രായത്തിലാണ് സ്വപ്നങ്ങൾ കാണുന്നത്. ജോലി കിട്ടണം, കല്യാണം കഴിക്കണം, വീട് വെക്കണം, കാറ് വാങ്ങിക്കണം, വിദേശത്ത് പോകണം, അടിച്ചു പൊളിക്കണം, മറ്റുള്ളവരെക്കാളും വലിയവരാകണം. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ നെയ്തെടുക്കുന്ന കാലത്ത് കൂട്ടുകാർ പറയും, നീ ദൈവത്തിൻ്റെ പുറകെ പോയാലൊന്നും ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല, വാടാ ഞങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ എൻ്റെ നിങ്ങളുടെ മക്കൾ ഇന്ന് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ മക്കൾക്കും നമുക്കും ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് കിട്ടത്തില്ല പ്രിയപ്പെട്ടവരെ, കിട്ടില്ല. ഏലിശാ പറഞ്ഞു, ഞാൻ നിന്നെ വിട്ടിട്ട് പോകയില്ല. ഇത് പറയുമ്പോൾ എൻ്റെ കൺമുൻപിൽ വന്ന ഒരു അനുഭവം പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും തോന്നാൻ സാധ്യതയില്ലായിരിക്കാം. ഈ കഴിഞ്ഞ സമയം എൻ്റെ താമസത്തിൽ നിന്ന് ഒരു 10 കിലോമീറ്ററിനുള്ളിൽ നടന്നൊരു സംഭവം. രണ്ടമ്മമാർ ഒന്നിച്ച് ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റിൽ ഒന്നിച്ചു കൂടുന്നു. ഒരമ്മ അവിടുത്തെ നാർക്കോട്ടിക് സെല്ലിലെ, നാർക്കോട്ടിക് എന്ന് അറിയാലോ, മയക്കുമരുന്നും അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് അന്വേഷിക്കുന്ന വിഭാഗത്തിൻ്റെ SI ആണ് ഒരു ലേഡി. അവരുടെ കൂടെ മറ്റേ ലേഡിയുണ്ട്, അവരൊരു വീട്ടമ്മയാണ്. ഈ വീട്ടമ്മയായിരിക്കുന്ന അമ്മ പറഞ്ഞു, എടി നമ്മുടെ പിള്ളേർ കൂട്ടുകാരല്ലേ, എൻ്റെ മോൻ പഠിക്കാൻ മിടുക്കനായിരുന്നു, ഇപ്പം പഠിക്കുന്നുമില്ല, അവനാകെ തല തിരിഞ്ഞിരിക്കുകയാണ്, ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല, ചിലപ്പോഴൊക്കെ അങ്ങ് വഴക്കുണ്ടാക്കുന്നുണ്ട്. ഞാൻ ചുരുക്കിയ സംഭവം പറയട്ടെ, എനിക്കറിയില്ലടി എന്താ സംഭവിക്കുന്നറിയില്ല. അപ്പോൾ SI ചോദിച്ചു, നീ നിൻ്റെ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. നീ അവിടെ പോക്കറ്റ് തപ്പിയിട്ടുണ്ടോ? പറഞ്ഞു, തുണി അലക്കുമ്പോൾ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിനക്ക് കിട്ടിയോ? കിട്ടി. 50 രൂപ നോട്ട് സ്പ്രിങ് പോലെ ഞാൻ ഇങ്ങനെ ചുട്ടി വട്ടത്തിൽ ബീഡി പോലെ ആക്കി വെച്ചിരിക്കുന്നു. അത് ഞാൻ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, എന്താടാ ഇതിങ്ങനെ ഇരിക്കുന്നത്? അവനൊന്നും പറഞ്ഞില്ല. ഓ, അതങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ചെയ്താന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, ബാക്കിയൊന്നും ഞാൻ പറയത്തില്ല, എൻ്റെ രഹസ്യങ്ങൾ പറയില്ല. ചോദിച്ചു, അതിൻ്റെ കൂടെ ഒരു ATM കാർഡ് ഉണ്ടായിരുന്നോ? അതേ, ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, നാളെ രാവിലെ ഞാനും എൻ്റെ കൂടെയുള്ള പോലീസുകാരും നിൻ്റെ വീട്ടിൽ വന്ന് ഈ മോനെ ഒന്ന് സ്നേഹപൂർവ്വം അവനെ വിസ്തരിക്കാൻ വരും. നീ ഒന്നും പറയരുത്. പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തപ്പോൾ ഈ SI തൻ്റെ പോലീസുമായിട്ട് ആ വീട്ടിൽ ചെന്ന് ചോദിച്ചു, കുഞ്ഞെ, നീ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. പറഞ്ഞു, നീ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, സത്യം പറയണം. വലിയ വിസ്താരമായിരുന്നു. അവസാനിപ്പിക്കട്ടെ, ഉണ്ട്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത് വീണ്ടും ചോദിച്ചു, നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാം, ആരാണ് നിനക്ക് തന്നതെന്ന് പറയാമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞില്ല, എന്നെ കൊന്നാലും പറയില്ല, നിന്നെ ഞങ്ങളിപ്പോൾ ആമത്തിൽ വെക്കാൻ പോവുകയാണ്, ലോക്കപ്പ് ചെയ്യാൻ പോവുകയാണ്, ലോക്കപ്പിലാക്കുകയാണ്. ഒത്തിരി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, മാഡം, SI മാഡം, നിങ്ങളുടെ മോനാണ് എനിക്ക് തന്നത്, നിങ്ങളുടെ മോനാണ് എനിക്ക് തന്നത്. നടന്ന സംഭവമാണ്,
നടന്ന സംഭവമാണ്. ഇന്നിവിടെ ഫാൻ്റെ കീഴിലിരിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, അമ്മേ, അപ്പ, നിങ്ങളുടെ എൻ്റെ മക്കൾ ഇങ്ങനെ വഴിതെറ്റി പോകാതിരിക്കണമെങ്കിൽ ഞാനിന്ന് ഓർമ്മിപ്പിക്കുകയാണ്, കണ്ട കൂട്ടുകാർ വിളിക്കുമ്പോൾ അവരുടെ പുറകെ പോവുകയല്ല. ഞാൻ എൻ്റെ ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ഞാൻ യേശുവിനെ എൻ്റെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്നു. ഇനി മേലാൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തോട് ഒരു കോംപ്രമൈസും ഇല്ലെന്ന് പറയുന്ന മക്കളെ ലഭിക്കണമെങ്കിൽ ബേഥേലിലെ സ്വപ്നം കാണുന്ന സ്ഥലത്ത് പാർത്തോ എന്ന് പറയുമ്പോൾ ഏലിശ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഏലിശ മുമ്പോട്ട് പോയി. മുമ്പിൽ പോയി, ഏലിശ കൂടെ പോയി. അടുത്ത സ്ഥലമാണ് യെരിക്കോ. യെരിക്കോയിൽ ചെന്നു. ഇപ്പം വായിച്ചല്ലോ, യെരിക്കോവിൽ ചെന്നപ്പോൾ ഏലിയ പറഞ്ഞു, പൊന്നു മോനെ, നീ ഇവിടെ താമസിച്ചോ, ഇനി നീ എൻ്റെ കൂടെ വരികയേ വേണ്ട. നിനക്ക് വരണമെന്ന് പറഞ്ഞൊരർത്ഥം വലിയ പ്രയാസമാണ് എൻ്റെ കൂടെ വരാൻ, നീ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞു. കൂട്ടുകാർ പിന്നെയും പറയാണ്, ഈ വല്യപ്പൻ്റെ പുറകെ നീ പോയി നിൻ്റെ ജീവിതം പാഴാക്കരുത്. ദൈവത്തിൻ്റെ പുറകെ പോയി ജീവിതം പാഴാക്കാതെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോക തിന്മകളുടെയും പുറകെ പോയി അടിച്ചു പൊളിക്കാൻ ലോകം വിളിക്കും. ഏലിശ പറഞ്ഞു, നോ, നിങ്ങൾ മിണ്ടാതിരിക്കുക, എന്നോട് പറയണ്ട. ഞാൻ ഈ ഏലിയാവിൻ്റെ കൂടെ, ഏലിയാവിൻ്റെ ദൈവം എടുക്കുന്നത് വരെയും കൂടെ പോകും. ഞാൻ ഏലിയാവിൻ്റെ ദൈവത്തിൻ്റെ കൂടെ നടക്കുമെന്ന് പറഞ്ഞു. എന്താ ജെറിക്കോ എന്ന് പറഞ്ഞാൽ അറിയാവോ? ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിൽ കയറിയപ്പോൾ യെരിഹോ മതിലിൻ്റെ ചുറ്റും കാഹളമൂതി പാട്ടുപാടി ആർത്ത് ഘോഷിച്ചപ്പോൾ മതിൽ താഴെ വീണ് ആദ്യത്തെ വിജയക്കൊടി നാട്ടിയ സ്ഥലമാണ് യെരിഹോ. ശൈശവം കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞു, യൗവനം കഴിഞ്ഞു. അപ്പോഴേക്കും കൊട്ടാരക്കര ദേശത്ത് നല്ല വീട്, കാറ്, മക്കളെല്ലാം പറന്നു പല രാജ്യങ്ങളിൽ പോയി നല്ല മിടുക്കന്മാരും മെഡിക്കലുമായി വിജയക്കൊടി നാട്ടിയിരിക്കുമ്പോൾ ആർക്കാ ദൈവത്തെ വേണ്ടതിന്ന്? ആർക്കാ ഇന്ന് ദൈവത്തെ വേണ്ടത്? വിജയക്കൊടി നാട്ടിയിരിക്കുക. കണ്ടോ, ഞങ്ങളുടെ വീട് കണ്ടോ, ഞങ്ങളുടെ കാറ് കണ്ടോ, ഞങ്ങളുടെ പിള്ളേരെ കണ്ടോ? ഓ, എത്ര വിജയക്കൊടികൾ നാട്ടിയിരിക്കാന്നറിയാമോ? ദൈവം വാരിക്കോരി അനുഗ്രഹിച്ച് യെരിഹോവിൻ്റെ മതിൽ തകർത്ത് എന്നെ നിങ്ങളെയും അനുഗ്രഹിച്ച് ഇവിടെ ആക്കിയിരിക്കുമ്പോൾ ദൈവത്തിനൊരു ചോദ്യമുണ്ട്. നീ ചോദിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് നിനക്ക് ലഭിക്കണമെങ്കിൽ നീ ഈ ലോകത്തിൻ്റെ ഈ പ്രലോഭനങ്ങളോട് എംഫാറ്റിക് നോ പറയാനും ദൈവത്തോട് എംഫാറ്റിക് യേസ് പറയാനും തയ്യാറാണോ എന്ന് ചോദിച്ചു. ഇന്ന് പലരും വിജയക്കൊടി നാട്ടി ഇന്ന് പള്ളിയിലും വരത്തില്ല, ഒന്നും വരത്തില്ല. വരുവോ? ഇല്ല. ഞാൻ വചനം മുമ്പോട്ട് പോകട്ടെ. പ്രിയപ്പെട്ടവരെ, വിജയക്കൊടി നല്ല നിലയിലെത്തിച്ചേർന്നു. ഓ, ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ വലിയവരായി, എന്തിൻ്റെ കുറവാന്നൊക്കെ ചിന്തിച്ച് വിജയക്കൊടി നാട്ടിയിരിക്കുന്നവർക്കാണ് ഇന്ന് ദൈവത്തെ വേണ്ടാത്തത്, പള്ളി വേണ്ടാത്തത്, പട്ടക്കാരനെയും വേണ്ട, കൺവെൻഷനും വേണ്ട, ഒന്നും വേണ്ടാതായിരിക്കുന്നത്. ഏലിശ പറഞ്ഞു, എനിക്ക് ദൈവത്തെ മതി, ഞാൻ ദൈവത്തിൻ്റെ കൂടെ വരികയാണ്, നിൻ്റെ പുറകെയാന്ന് പറഞ്ഞ് അടുത്ത സ്ഥലം പോകുകയാണ്. ഇപ്പം പറഞ്ഞടാ കുഞ്ഞേ, ഇനി ഞാൻ പോകുന്ന യോർദാനിലാണ്, അടുത്ത പോയിൻ്റ് യോർദാനാണ്. പറഞ്ഞു എന്തായാലും വരും. യോർദാനിൽ ചെന്നു. യോർദാൻ്റെ പ്രത്യേകത അറിയാമല്ലോ. യോർദാൻ്റെ പ്രത്യേകത ഒന്ന്, ഫലഭൂയിഷ്ടമാണ്, നല്ല എക്കൽ മണ്ണുള്ള സ്ഥലം, ഫലഭൂയിഷ്ടം. രണ്ട്, ഇതാണ് മരണവും ജീവനും തമ്മിലുള്ള ബൗണ്ടറി, മരണത്തിൻ്റെ സ്ഥലമാണ് യോർദാൻ. ഇത് കടന്നാണ് നിത്യജീവനും ജീവനുമുള്ളത്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത സെൽഫ് ലവും ഡിവൈൻ ലവും തമ്മിലുള്ള ബൗണ്ടറിയാണ്. ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇപ്പം പറഞ്ഞു, കുഞ്ഞേ, ഈ മരണ താഴ്വരയിൽ എൻ്റെ കൂടെ വരാൻ നിനക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് പ്രായമുണ്ട്, അനുഭവ സമ്പത്തുണ്ട്, നീ കൊച്ചനാ, നിനക്ക് എൻ്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാ കുഞ്ഞേ, നീ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ യോർദാനിൽ കൂടെ നിൽക്കുകയാണ്. അപ്പോഴും കൂട്ടുകാർ പുറകെ കൊണ്ട് മാടി വിളിക്കുകയാണ്, എടാ വാ, നിൻ്റെ വല്യപ്പൻ ഇപ്പം മരിക്കും, നീ ഇങ്ങ് വാന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ വരില്ല, എൻ്റെ ദൈവത്തെ വിട്ട് ഞാൻ പോകില്ല, എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം, ഈ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് കിടാതെ ഞാൻ ഏലിയാവിനെ വിടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഏലിയാവ് അവിടെ ചെന്നു, യോർദാനിലെ കലക്ക വെള്ളത്തിൽ ഇറങ്ങാൻ പോകുകയാണ്. ചോദിച്ചു, നിനക്ക് നീന്തറിയാമോ? എനിക്കറിയില്ല. നിനക്ക് പിന്നെ എൻ്റെ കൂടെ എങ്ങനെ വരാൻ കഴിയും? അങ്ങ് യോർദാൻ കിടക്കുമ്പോൾ ഞാൻ അങ്ങയുടെ കയ്യെ പിടിക്കും, അല്ലെ കാലെ പിടിക്കും. ഞാൻ അങ്ങയുടെ കൂടെ ഈ യോർദാൻ കടക്കാൻ കൂടെയുണ്ട്. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുകയാണ്,
ഇങ്ങനെയുള്ള യോർദാൻ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായിട്ട് വരുമ്പോൾ ആരാണ് എന്നെ നിങ്ങളെയും ഈ യോർദാൻ കടത്താനുള്ളത്? ആരുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മളെ കടത്താൻ? യോർദാൻ കടക്കണമെങ്കിൽ ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഉണ്ടായെങ്കിലേ ഒക്കത്തുള്ളൂ. ഏലിയാവിന് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവാണേ, ദൈവം ഏലിയാവിന് കൊടുത്ത ആത്മാവിൻ്റെ ശക്തി വേണം. ഏലിയാവ് പറഞ്ഞു, തൻ്റെ തോളിലിരുന്ന പുതപ്പെടുത്ത് വെള്ളത്തിന്മേലൊറ്റയാടി, വെള്ളം രണ്ടായിട്ട് മാറി, യോർദാനിൽ ഉണങ്ങിയ നിലം തെളിഞ്ഞു, ഇവർ രണ്ടും അക്കരെ കടന്നു. ഞാൻ ഇന്നിവിടെ ഈ ചോദ്യമാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് നിങ്ങൾക്കും കടക്കാനാവാത്ത യോർദാനുകൾ ജീവിതത്തിൽ വരും. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ മറികടക്കാനാവാത്ത പ്രശ്നങ്ങൾ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ വരും. ഇതെങ്ങനെ നമ്മൾ കടക്കും? ഇത് കടക്കണമെങ്കിൽ ദൈവം ഏലിയാവിന് കൊടുത്ത ആത്മാവെങ്കിലും നമുക്കുണ്ടായിരിക്കണം. ഇവർ രണ്ടുപേരും കൂടെ അക്കരെ കടന്നു. അക്കരെ ചെന്ന് നിൽക്കുമ്പോഴാണ് ചോദിക്കുന്നത്, നിനക്കെന്ത് വേണമെന്നറിയോ? അവൻ ഇതാണ് വേണ്ടത്. അപ്പോൾ പറഞ്ഞു, എന്നെ ദൈവം എടുക്കാൻ പോകുകയാണ്, നീ കണ്ടാൽ നിനക്ക് കിട്ടും. ഇതാ ദൈവം ഏലിയാവിനെ എടുത്തുകൊണ്ട് പോകുന്നു. എടുത്തുകൊണ്ട് പോകുമ്പോൾ ഏലിയാവിൻ്റെ ആ പുതപ്പ് താഴോട്ട് വീണു, അത് ഏലിശായുടെ തലയിലും വീണു. ഏലിയാവ് പോയി. അപ്പോൾ അടുത്ത ചോദ്യം, ഇനി എനിക്കാരുണ്ട്? ഇന്ന് ഭാര്യയും ഭർത്താവുമായിട്ട് വന്നവരെ ഞാനും അങ്ങനെയാണ് വന്നത്, ഇന്ന് കൂടെ ഉണ്ടായിരിക്കും. ഒരിക്കൽ ഇതുപോലെ എടുത്തുകൊണ്ട് പോവും. അപ്പം ആരാ കൂടെയുള്ളേ? മക്കളെല്ലാം പഠിച്ച് ദൂരെ പോകും, ആരാ കൂടെയുള്ളതാ? ഏലിശ തിരിച്ച് യോർദാൻ്റെ അവിടെ വന്നപ്പോൾ കൂട്ടുകാരെല്ലാം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഏലിശ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ യോർദാനിൽ കൂടെ കയറി പിന്നെ അക്കരെ പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യോർദാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ചോദ്യം ഇതാണ്, ഉറക്കെയാണ് ചോദിക്കുന്നത്, ഏലിയാവിൻ്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നു. മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പ്രാർത്ഥിക്കുന്ന പപ്പ നിൻ്റെ ദൈവം എവിടെയാ? പ്രാർത്ഥിക്കുന്ന അമ്മേ നിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ചോദിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ നിങ്ങളുടെയും വീടുകളിൽ ഈ ചോദ്യം ഉയരും, നിൻ്റെ ദൈവം എവിടെയെന്ന്. മറ്റുള്ളവർ നമ്മോട് ചോദിക്കുമ്പോൾ നാം എന്താ ചെയ്യുക പ്രിയപ്പെട്ടവരെ? അപ്പോൾ ഏലിശ ആ പുതപ്പെടുത്ത് വെള്ളത്തിന്മേൽ ഒറ്റയാടി. യോർദാൻ രണ്ടായിട്ട് മാറിക്കഴിഞ്ഞ് അക്കരെ ചെന്നപ്പോൾ കൂടെ വാ എന്ന് പറഞ്ഞ ശിഷ്യന്മാരെല്ലാം ഏലിശയുടെ കൂടെ കൂടി. എങ്ങനെയാച്ചാ സന്ദർശനത്തിൽ ആൾ കൂടുന്നറിയാമോ? എങ്ങനെയാ നമ്മുടെ ഇടവക അനുഗ്രഹിക്കപ്പെടുന്നറിയാമോ? എങ്ങനെയാ നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയിൽ വരുന്നറിയാമോ? നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ പുതപ്പടിച്ച് യോർദാനെ രണ്ടായിട്ട് മുറിക്കാനുള്ള ദൈവിക ശക്തി പ്രാപിച്ച മാർത്തോമാക്കാരിയുമായി ഞാനും നിങ്ങളും മാറുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൈവകൃപയുണ്ട്. ഇത് ദൈവത്തിൻ്റെ ദാനമാ, ദൈവത്തിൻ്റെ കൃപയാ. ഏലിശ ഈ യോർദാൻ മാറി അക്കരെ കയറിയപ്പോൾ തന്നെ മാടി വിളിച്ച എല്ലാ കൂട്ടുകാരും കൂടെ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെന്ന്. ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഒരു ചോദ്യം, നമുക്കിന്ന് എന്തിൻ്റെ ആവശ്യമുള്ളേ? നമ്മുടെ രോഗമൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതിയോ? മാറണം. നമ്മുടെ സാമ്പത്തിക കടഭാരം മാറണം, അത് മാറിയാൽ മാത്രം മതിയോ? നമ്മുടെ മക്കൾ വിദേശത്ത് പോകണം, അത് മതിയോ? എന്നാൽ ഇന്ന് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഏലിയാവ് ചെയ്തതിനേക്കാൾ എത്ര മടങ്ങ് അത്ഭുതം അറിയാമോ? 38 അത്ഭുതങ്ങളാണ് ഏലിശ ചെയ്തത്, 38 എണ്ണം എന്നാണ് ഞാൻ വായിച്ച പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ജീവിച്ചവരെക്കാൾ ഇരട്ടി ശക്തി ഉണ്ടെങ്കിലേ ഇന്ന് ജീവിക്കാനൊക്കത്തുള്ളൂ. ഞാൻ അച്ഛനായിട്ട് 38 കൊല്ലം കഴിയാണ്, 39 ആവുകയാണ്. 38 കൊല്ലം മുമ്പ് മാർത്തോമാ സഭയിൽ ഒരു അച്ഛനായിരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു, ഈസിയായിരുന്നു. ഇന്ന് ബുദ്ധിമുട്ടാണ് അച്ഛന്മാരെ. അന്നൊരു അപ്പനായിട്ടിരിക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു, ഒരമ്മയായിട്ടിരിക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇന്ന് ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് ദൈവം ചോദിക്കുന്നത്, നിനക്ക് കുറേ കൂടെ പണം കിട്ടിയാൽ മതിയോ? കുറേ കൂടെ പദവി കിട്ടിയാൽ മതിയോ? നിനക്ക് കുറേ കൂടെ സ്വത്ത് കിട്ടിയാൽ മതിയോ? ഏലിശായെ പോലെ പറയാൻ കഴിയുമോ? ദൈവമേ, എനിക്ക് നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. ഞാനൊരു സംഭവം പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഞാൻ കുറേ നാൾ മുമ്പ് ഒരു കൺവെൻഷന് ബോംബെയിൽ പോയി. ഒരു പക്ഷേ ഓൺലൈനിൽ കൂടെ അവരും കേൾക്കുന്നുണ്ടാവാം. അവരെൻ്റെ പള്ളിയിൽ വന്ന് പറഞ്ഞ സാക്ഷ്യം കൂടിയാണിത്. ചെന്നപ്പോൾ അവിടെ ഒരു കോടീശ്വരൻ്റെ വീട്ടിലാണ് എനിക്ക് താമസം ഒരുക്കിയത്. അപ്പോൾ എന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനികളെല്ലാം കൊണ്ട് കാണിച്ചു. കോടികൾ വില വരുന്ന മെഷീനുകളൊക്കെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, ദൈവം ഇത്രയൊക്കെ ഈ ബോംബെ കൊണ്ടുവന്ന് അനുഗ്രഹിച്ചല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി.
അത് കഴിഞ്ഞ് അടുത്ത ഹാശ ആഴ്ച എന്നറിയാലോ, ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ വരുന്ന ആഴ്ച വന്നു. അപ്പം ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് തലേ ദിവസം പെസഹായുടെ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് പള്ളിയിലെ പുരുഷന്മാർ സ്ത്രീകളും കൂടി പിറ്റേ ദിവസം കഞ്ഞിയും പയറും തോരനും ഒക്കെ ഉണ്ടാക്കാനുള്ള ക്രമീകരണങ്ങളിരിക്കുമ്പോൾ ഈ കോടീശ്വരൻ്റെ ഭാര്യയ്ക്കൊരു ചെസ്റ്റ് പെയിൻ വന്നു. ഈവനിങ്ങായി ചെസ്റ്റ് പെയിൻ വന്നു. അവർ ബോംബെയിലെ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ആർക്കാ ചെസ്റ്റ് പെയിൻ വരാത്ത അഡ്മിറ്റ് ചെയ്തിരുന്നു. രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ മുമ്പേ ആ 5 വയസ്സുള്ള കുഞ്ഞിനോട് പറഞ്ഞ പോലെ പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി ഒരു ബൈപ്പാസ് സർജറി വേണം. ശരി, ചെയ്തോ. അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് 3 ലക്ഷം രൂപ, ഈ ഇൻകം ടാക്സിൻ്റെ ഒക്കെ നിയമം വരുന്നതിന് മുമ്പാണ് ഇത് സംഭവം, ഇപ്പോഴാണ് ഭയങ്കര സ്ട്രോക്ക്. പറഞ്ഞു 3 ലക്ഷം രൂപ ക്യാഷായി നോട്ടായിട്ട് കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. പറഞ്ഞു, ഞാൻ ചെക്ക് തരാം, എൻ്റെ കഴുത്തിലെ മാല ഉരിത്തരാം, കയ്യേലെ വള ഇതെല്ലാം ഉരിത്തരാം, എല്ലാം തരാം ഡോക്ടറെ, ചെയ്യാം. ഇല്ല 3 ലക്ഷം രൂപ തരണം. അദ്ദേഹത്തിൻ്റെ ആകെ എണ്ണി നോക്കിയപ്പോൾ 5000 രൂപയേ ഉള്ളൂ. മോനും കൂടെയുണ്ട്, എല്ലാം കൂടെ ചേർന്ന് 8000 രൂപയേ ഉള്ളൂ ക്യാഷായിട്ട്. പറഞ്ഞ് ATM കാർഡുണ്ട്. അന്ന് ഒരു പ്രാവശ്യം ഒരു ദിവസം 15000 രൂപ എടുക്കാനൊക്കത്തുള്ളൂ. ഇപ്പോൾ 2 പേരും 38,000 രൂപയേ ഉള്ളൂ. എത്ര വേണം? 3 ലക്ഷം വേണം. ഇപ്പോൾ രാത്രി ഇരുന്ന് വിഷമിക്കുകയാണ്. ഇപ്പം ഡോക്ടർമാരോട് പിന്നെല്ലാം ഇപ്പം രാവിലെ ഓർത്ത് ഈ മാലയൊക്കെ കൊണ്ട് കൊടുക്കാം, കടകളില്ല, ദുഃഖ വെള്ളിയാഴ്ച കടകൾ അവധി, ബാങ്ക് അവധി, എല്ലാം അവധി. രാവിലെ പള്ളിയിലുള്ള ചാക്കോച്ചായനെ വിളിച്ച്, ചാക്കോച്ചാ എനിക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് രൂപ തരണം. ചാക്കോച്ചായൻ ദുഃഖ വെള്ളിയാഴ്ച ഫോൺ ഓഫ് ചെയ്തിരിക്കുക, എടുക്കുന്നില്ല. തോമാച്ചായനെ വിളിച്ചു, തോമാച്ചായൻ്റെ ഫോൺ ഓഫ്. പള്ളിയിലെ എല്ലാവരുടെയും ദുഃഖ വെള്ളിയാഴ്ചയല്ലേ, എല്ലാവരുടെയും ഫോൺ ഓഫായി കിടക്കുക, ആരും എടുത്തില്ല. ഞാൻ ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യം, കോടീശ്വരൻ്റെ ഭാര്യയ്ക്കൊരു ബൈപ്പാസ് വന്നപ്പോൾ കോടികളുള്ളവന് 3 ലക്ഷം എടുക്കാൻ കഴിയുന്നില്ല. ഉച്ചവരെയായി. ഇവർ 2 പേരും അപ്പനും മോനും ആ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലെ വരാതെ കിടന്നും ഇരുന്നും നിരങ്ങിയും കരയുവാണ്. ദൈവമേ, നീ ഞങ്ങളെ രക്ഷിക്കണം, ഈ ഡോക്ടർമാർ എങ്ങനെയെങ്കിലും ചെയ്ത് എൻ്റെ ഭാര്യ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടി കരയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ മാത്രം ഫോൺ തിരിച്ചു വിളിച്ചു. ഇത് വളരെ പ്രാർത്ഥിക്കുന്ന ഭക്തനായ മനുഷ്യനാണ് കേട്ടോ. തിരിച്ചു വിളിച്ചു. ചോദിച്ചു, എന്താ ബ്രദറെ വിളിച്ച്? അപ്പം പറഞ്ഞ്, എൻ്റെ ഭാര്യ ഇങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുകയാണ്, എനിക്ക് 3 ലക്ഷം രൂപ വേണം, കാശായിട്ട് വേണം. നീ വിഷമിക്കണ്ട. മറ്റേ പുള്ളി വലിയ ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിന് 5-6 ഷോപ്പുണ്ട്, വലിയ കടകളുണ്ട്. എടാ, ഇന്നലെ പെസഹായിരുന്നു, ഇന്ന് ദുഃഖവെള്ളിയല്ലേ, ബാങ്ക് അവധിയായിരുന്നത് കൊണ്ട് ഞാൻ പണമൊന്നും ഇന്നലത്തെ കളക്ഷൻ ഇട്ടില്ല, നിനക്ക് എത്ര വേണമെങ്കിലും തരാം. എത്ര വേണം? 5 ലക്ഷം വേണമെങ്കിലും തരാം. പറഞ്ഞു, എനിക്ക് 3 മതി. ആ ബ്രദർ കാറെ കൊണ്ടുവന്ന് ഈ 3 ലക്ഷം കൊണ്ട് കൈ കൊടുത്തു. അപ്പോഴാണ് ഈ സർജറി നടന്നു. ഞാനിന്നിവിടെ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളൊക്കെ എൻ്റെ ഉൾപ്പെടെ വലിയ നിലയിലൊക്കെ ആയിരിക്കും, ബാങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. അതുണ്ടെങ്കിൽ പോലും ചില യോർദാനുകൾ ജീവിതത്തിൽ വരുമ്പോൾ, വരില്ലെന്ന് പറയാനാവില്ല, വരുമ്പോൾ എങ്ങനെ ഈ യോർദാൻ കടക്കുമെന്ന് ദൈവം ചോദിക്കും. ഈ മനുഷ്യൻ എൻ്റെ പള്ളിയിൽ വന്ന് പറഞ്ഞ സാക്ഷ്യമാണിത്. എൻ്റെ അച്ഛാ, എൻ്റെ പണത്തിന് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഞാനിവിടെ വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ്, എൻ്റെ സ്ഥാനത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന പ്രൈസ് ദി ലോർഡ്, ദൈവം എൻ്റെയും മോൻ്റെയും ഭാര്യയുടെയും കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ് അന്നത്തെ പണം കൊണ്ട് ബാങ്കിലിടാതെ അവൻ്റെ വീട്ടിൽ വെച്ചിരുന്നത് കൊണ്ടാണ് എൻ്റെ ഭാര്യയുടെ സർജറി നടക്കാനിടയായി തീർന്നത്. ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് വേണോ? സഭ അനുഗ്രഹിക്കപ്പെടാൻ, ഇടവക അനുഗ്രഹിക്കപ്പെടാൻ, എൻ്റെ നിങ്ങളുടെയും കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ മക്കൾ ഈ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇന്ന് എന്നെ നിങ്ങളെ മാടി വിളിച്ച് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എല്ലാവർക്കും കണ്ണടയ്ക്കാം, എല്ലാവർക്കും കണ്ണടയ്ക്കാം. ശാന്തമായിട്ട് ഒരു നിമിഷം പരിശോധിക്കാം. ദൈവം നമ്മോട് ചോദിക്കുന്നു, നിനക്ക് ലോകത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുണ്ട്, വിജയക്കൊടി നിൻ്റെ വീടിൻ്റെ മുമ്പിലുണ്ട്, നിൻ്റെ ഒത്തിരി സ്വപ്നങ്ങൾ നിനക്കുണ്ട്, നീ നടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്. ഒരു ചോദ്യം, നാളെ നിനക്ക് കടക്കാനാവാത്ത കലങ്ങി മറിയുന്ന യോർദാൻ നിൻ്റെ മുമ്പിലെത്തുമ്പോൾ നീ എങ്ങനെ അതിനെ കടക്കും? ഈ യോർദാൻ ഭൗമികമായിട്ട് മാത്രം ചിന്തിച്ചാൽ പോരാ, ഈ ലോകത്തിലെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മരണമാകുന്ന യോർദാൻ കടക്കാൻ
എങ്ങനെ കഴിയും? ഏലിയാവിനെ ദൈവം എടുത്തുകൊണ്ടുപോയി. എൻ്റെ നിങ്ങളുടെ മരണമാകുന്ന യോർദാൻ 6 അടി മണ്ണിൽ അവസാനിക്കുന്നതോ ദൈവസന്നിധിയിലെത്തുന്നതോ? ഈ യോർദാൻ കടക്കണമെങ്കിൽ ഏലിയാവിന് ദൈവം കൊടുത്ത ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് നമുക്ക് വേണം. യേശു കർത്താവിനെ എൻ്റെ നിങ്ങളുടെ കുഞ്ഞു ഹൃദയത്തിൽ 5 വയസ്സുള്ള കുഞ്ഞ് പറഞ്ഞതുപോലെ നമുക്കിന്നൊന്ന് പറയാൻ കഴിയുമോ? കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലുണ്ടല്ലോ, അത് മതി കർത്താവേ എന്ന് പറയാനായിട്ട് കഴിയുമോ? നീ എൻ്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ആ ദൈവം മതി എന്ന് പറയാനായിട്ട് കഴിയുമോ? ഏൽപ്പിച്ചു കൊടുക്കാവോ? ദൈവമേ, എനിക്ക് നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. അതിനായിട്ട് എൻ്റെ ഹൃദയം തുറന്നു തരുന്നു, എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെ ഏത് പ്രലോഭനം മാടി വിളിച്ചാലും നിനക്കായി ജീവിപ്പാൻ എന്നെ ഇതാ സമർപ്പിക്കാം. സമർപ്പണമായിട്ടൊരു കോറസ് മാത്രം പാടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സമർപ്പിക്കാമോ? നാളെ വരുന്ന യോർദാനുകൾ കടക്കാൻ ഇന്ന് ദൈവത്തോട് നമുക്ക് യേശു പറയാം. നമുക്കറിയാവുന്നൊരു പാട്ടാണല്ലോ, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നിങ്ങളുടെ വലങ്കരം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മേലൊന്ന് വെച്ചിട്ട് ഈ പാട്ടൊന്ന് പാടാവോ? ആ കുഞ്ഞ് പറഞ്ഞു, ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ടെന്ന്. അത് 69 വയസ്സുള്ള ഒരു ഡോക്ടർ മേത്തായെ മനസാന്തരപ്പെടുത്താനിടയായെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന പിതാവേ, മാതാവേ, നമുക്കിന്ന് ദൈവത്തോട് പറയാം, എനിക്ക് നീ മാത്രം മതി, നീ മാത്രം മതി. നീ എൻ്റെ ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് തന്നുകൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ എന്നെ ഇതാ പൂർണ്ണമായി പരിപൂർണമായി സമർപ്പിക്കാൻ കഴിയുമോ? നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. പറയാമോ? ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് ഒന്നുകൂടെ പറയാവോ? ഈ പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകത്തിൽ, മക്കളെ വഴിതെറ്റിക്കുന്ന ലോകത്തിൽ, എൻ്റെ കർത്താവേ, എനിക്ക് നീ മാത്രം മതി എന്നൊന്നുകൂടെ പാടി ഇത് അവസാനിപ്പിക്കാം. നീ മാത്രം മതി, നീ മാത്രം